നിങ്ങൾ പ്രതിപക്ഷമാണോ അല്ല ഭരണകക്ഷിയുടെ പിന്തുണയ്ക്കുന്ന ആൾക്കാരാണോ? നിങ്ങൾ പറയേണ്ടത് എന്താണ്? കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക തകർച്ച, തൊഴിലില്ലായ്മ വിസ്ഫോടനം, വ്യാവസായിക പ്രതിസന്ധി, നിങ്ങളിത് പറയണ്ടേ? ഇത് പറയാതെ പിണറായി വിജയൻ ഇട്ടുകൊടുക്കുന്ന വാദമുഖങ്ങൾ അതേപടി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് പ്രതിപക്ഷ ധർമ്മമല്ല മിസ്റ്റർ വി ഡി സതീശൻ. അതുകൊണ്ട് ഇവിടെ ഇന്ത്യ സഖ്യം യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന കേരളം ഇന്ത്യ സഖ്യത്തിനെതിരായി NDA നടത്തുന്ന പ്രചാരണത്തിൻ്റെ പേരിലായിരിക്കും. ഇനി ഉണ്ടാകുന്ന ധ്രുവീകരണം അങ്ങനെയാണ്. ഇപ്പം മൂഡ് ഓഫ് ദി നേഷൻ ഒരു ഏജൻസി നടത്തിയ സർവേ നിങ്ങൾ കണ്ടല്ലേ? നിങ്ങൾ ദില്ലിയിലെ പോലെ കോൺഗ്രസ്, ബംഗാളിലെ പോലെ കോൺഗ്രസ് നശിച്ച് നാരായണക്കല്ല് പിടിക്കും, നാമാവശേഷമാവും. കാരണം ഈ മാതിരി മന്ദബുദ്ധികളായിട്ടുള്ള നേതാക്കന്മാരാണ് UDF-നെ നയിക്കുന്നത്. പിണറായി വിജയൻ്റെ പ്രചാരണം ഏറ്റുപിടിച്ച് കേരളത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം മോദി സർക്കാരാണ് എന്ന് നിങ്ങൾ നടത്തുന്ന വ്യാജ പ്രചരണം നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞു കൊത്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് പ്രതിപക്ഷം പ്രശ്നങ്ങളെ സമീപിക്കേണ്ടത്. ഇപ്പോൾ വഖഫിൻ്റെ വിഷയം വന്നു. എന്താണ് ഇതിൽ? ആരാണ് കുറ്റക്കാർ? വഖഫ് ബോർഡിൻ്റെ പ്രശ്നം, മുനമ്പത്തെ പ്രശ്നം വന്നു. ആരാ കുറ്റക്കാർ? LDF സർക്കാരാണ് കുറ്റക്കാർ. നിങ്ങളെന്താ ചെയ്തത്? LDF സർക്കാരിൻ്റെ ആ തെറ്റിനെ തിരുത്തുന്നതിന് പകരം നിങ്ങളെ MP-മാരും എല്ലാവരും ഞങ്ങളും വഖഫിൻ്റെ കൂടെയാണ്. പിന്നെ എന്തിനാണ് ഇവിടെ 2 മുന്നണി? ഏത് വിഷയം വന്നാലും ജനപക്ഷത്ത് നിങ്ങൾ നിൽക്കുന്നില്ല. നിങ്ങൾ സർക്കാരിന് പരോക്ഷമായും പ്രത്യക്ഷമായും സഹായകരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് UDF-ൻ്റെ സർവനാശത്തിന്. നിങ്ങൾ ലോക്സഭയിൽ 19 സീറ്റ് ജയിച്ചു, അതുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയാവാമെന്ന് വിചാരിച്ച് 6 പേര് ഇറങ്ങിയിരിക്കുകയാണ്. ഈ പ്രചാരവേലയുമായിട്ട് പോയാൽ നിങ്ങളെ ജനം വിശ്വസിക്കുമോ? കേരളത്തിൻ്റെ തകർച്ചയെക്കുറിച്ച് നിങ്ങൾ ശരിയായിട്ട് ജനങ്ങളോട് പറയണ്ടേ? LDF സർക്കാരിൻ്റെ പോരായ്മകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണ്ടേ? അവിടെയെല്ലാം നിങ്ങൾ മോദികാരനാണ്. ഇതും പറഞ്ഞിട്ടാണോ നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്? നിങ്ങൾ 6 മുഖ്യമന്ത്രിമാർ സ്ഥാനാർത്ഥി വന്നാലും നിങ്ങൾ നിലം തൊടാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ സ്വയം കൃത അനർത്ഥമാണ് ഉണ്ടാക്കുന്നത്. പ്രതിപക്ഷ ധർമ്മം നിങ്ങൾ മറന്നു. നിങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം വെച്ച് എല്ലാ കാര്യത്തിലും BJP-യെ, ഒരു സീറ്റ് പോലും ഇല്ലാത്ത BJP-യെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം. പ്രതിപക്ഷം ആരുടെ പ്രതിപക്ഷമാണ്? ഈ സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷമാണ് നിങ്ങൾ. ആ സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷത്തിന് അതിൻ്റെ റോളാണ് നിർവഹിക്കേണ്ടത്. ആ ധർമ്മമാണ് നിങ്ങൾ നിർവഹിക്കേണ്ടത്. അത് മറന്നുകൊണ്ട് നിങ്ങൾ ഇന്ത്യ സഖ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രതീക്ഷയും നിങ്ങൾ നൽകുന്നില്ല. LDF-ൻ്റെ ദുർഭരണം, അക്രമം, അരാജകത്വം, ഇതിനെ യാതൊരു തരത്തിലും പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു മുന്നണിയായിട്ട് UDF വരില്ല. ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യം വി ഡി സതീശനും സുധാകരനും ഓർമ്മിക്കുന്നത് നല്ലതാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. ഇത്രയും വിവരം കെട്ട ഒരു മുന്നണി UDF ഉണ്ടോ? വയനാട്ടിലെ പ്രതിസന്ധിക്ക് സമ്പൂർണ്ണ ഉത്തരവാദി കേരള ഗവൺമെൻറ്റാണ്. ഭൂമി ഏറ്റെടുക്കൽ നടന്നിട്ടില്ല, എസ്റ്റേറ്റുമായിട്ടുള്ള തർക്കം പരിഹരിച്ചിട്ടില്ല, മാസ്റ്റർ പ്ലാൻ ഇതുവരെ അന്തിമമായിട്ടില്ല, കയ്യിലുള്ള കാശെടുത്ത് എങ്ങനെ ചെലവഴിക്കും എന്നുള്ളതിനെക്കുറിച്ച് പദ്ധതിയില്ല, ഇപ്പം കിട്ടിയ ധനസഹായം എങ്ങനെ വിനിയോഗിക്കും ഒന്നുമില്ല, ഒരു തരത്തിലുള്ള പ്ലാനും ഇല്ല. നിങ്ങളിപ്പോൾ പുത്തുമലയിലും കവളപ്പാറയിലും ഇത് നടത്തിയല്ലോ പുനരധിവാസം. അതിനെക്കുറിച്ച് എന്താണ് UDF-നും നേതാക്കന്മാർക്ക് പറയാനുള്ളത്? എന്താ അവിടെയൊക്കെ നടന്ന പുനരധിവാസം? എന്താ റീബിൽഡ് കേരള? മഹാപ്രളയത്തിന് ശേഷം സഹസ്രകോടിക്കണക്കിന് രൂപ ഖജനാവിൽ വരുത്തിയിട്ട് എവിടെ റീബിൽഡ് കേരള? എന്നിട്ട് പറയാം യോജിച്ച സമരത്തിന് പോവുകയാണ് മോദിക്കെതിരെ. നാണമുണ്ടോ സുധാകര, സതീശ? നിങ്ങൾ എന്ത് യോജിച്ച സമരത്തിനാണ് പോകുന്നത്? സർക്കാരിനെ രക്ഷപ്പെടുത്തുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? LDF-നെ സഹായിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? തലയിൽ ആൾ താമസം വേണ്ടേ?